വർഷം 2022. വമ്പൻ കൊമേഴ്ഷ്യൽ സീരീസായ ഹൗസ് ഓഫ് ദ ഡ്രാഗനും പിന്നെ മാർവലിൻ്റെയും ഡി സിയുടെയും സൂപ്പർ ഹീറോ സീരീസും പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ വമ്പൻ സീരീസായ വെനസ്ഡേ ഒക്കെ ഇറങ്ങിയിരുന്ന ഒരു വർഷമാണ് 2022. അതിൻ്റെ ഇടയിലേക്കാണ് ഒരു സ്റ്റാർ കാസ്റ്റിങ്ങും ഒന്നുമില്ലാതെ, ബോയ്ഡ് എന്ന് പറഞ്ഞ ആൾ വെച്ച് ബാക്കിയൊന്നും സ്റ്റാർ കാസ്റ്റിംഗ് അല്ലാതെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം ആ ഒരു കോൺഫിഡൻസിൽ റിലീസ് ചെയ്ത ഒരു അടിപൊളി സീരീസാണ് നമ്മുടെ ഫ്രം എന്ന് പറയുന്നത്. 2022 ഇത് റിലീസായതെങ്കിലും ഈ പറഞ്ഞ വമ്പൻ സീരീസുകളുടെ ഇടയിൽ മുങ്ങിപ്പോയൊരു സീരീസാണ് നമ്മുടെ ഫ്രം എന്ന് പറയുന്നത്. 2023 അവസാനമായപ്പോഴേക്കും മൗത്ത് പബ്ലിസിറ്റി കൊണ്ടും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയി മാറി. 2024 ആയപ്പോഴേക്കും ഒരു കൾട്ട് ലെവൽ ഐറ്റമായി മാറിയ സീരീസാണ് നമ്മുടെ ഫ്രം എന്ന് പറയുന്നത്. 2024 ഈ സീരീസിൻ്റെ ഒരു പ്രൈം ടൈം, എന്താ പറയുക, ഒരു പ്രൈം, അതിൻ്റെ പ്രൈം എന്ന് പറയുന്നത്. കാരണം 2024 ഈ ഒരു സീരീസിന് ഉള്ള അതിൻ്റെ ഒരു കണ്ടന്റിനും ക്വാളിറ്റിക്കുള്ള അംഗീകാരം കിട്ടി തുടങ്ങിയത്. കണ്ടിരുന്നവരെല്ലാം, അതായത് ഇതിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടവരാരും ആ സീസൺ മിനിമം ഒരു സീസൺ അവസാനിപ്പിക്കാതെ ഈ സീരീസിൻ്റെ പകുതി നിർത്തിപ്പെട്ടില്ല. പല സീരീസുകളും വമ്പൻ ക്വാളിറ്റിയും കണ്ടന്റും ഒരുപാട് ഹൈ കാസ്റ്റിംഗ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ എപ്പിസോഡോടെ നിർത്തേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത, ഇതിനെ ബാക്കിയുള്ള സീരീസിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മിനിമം ഒരു സീസണെങ്കിലും കാണാതെ നമ്മളിത് അവസാനിപ്പിക്കില്ല. പിന്നെ ഇതിൻ്റെ ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി എത്തിയത് 2023 അവസാനത്തിനും 2024 തുടക്കത്തിലായതുകൊണ്ട് തന്നെ ആ സമയത്തേക്കും ഒരു 2-3 സീസണുകൾ ഇതിൻ്റെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു സീസൺ കണ്ടു തീർന്നവർക്ക് പിന്നെയും ഒറ്റയടിക്ക് എടുത്ത് കാണാനായിട്ട് ഇതെല്ലാം ഓൾറെഡി അവൈലബിൾ ആയിരുന്നു. മറ്റ് സീരീസുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാകുന്ന ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ നടക്കുന്നത്, അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും അതിൻ്റെ ഒരു സ്ഥലം തന്നെയാണ്. അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോംബി അപ്പോക്കലിപ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അബാൻഡഡ് ആയിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന അങ്ങനത്തെ ഒരു പ്രതിനിധി നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അത് മാത്രമല്ല, ഇതിന് കൊടുക്കുന്ന ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് ഓരോ മൂമെൻറ്റിലും. ഹൊറർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു, അതായത് നോർമൽ സീരീസുകളും സിനിമകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചൊന്ന് അറ്റാക്ക് ചെയ്യുന്ന മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രേതം സൈഡിൽ നിന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ സറൗണ്ടിങ്സ് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും ബിൽഡ് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് ഒരു റീക്യാപ്പ് പറഞ്ഞിട്ട് നമുക്ക് ഈ സീസൺ 4 കിടക്കാം. സീസൺ 1 അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ജിമ്മും ജേഡും കൂടി ആ ഒരു റേഡിയോ ടവർ കണ്ടുപിടിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അവിടെയാണ് നമ്മുടെ സീസൺ 1 അവസാനിക്കുന്നത്. പിന്നെ സീസൺ 2 അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പേര്, ഇതിനകത്ത് 2-3 ക്യാരക്ടേഴ്സ് പൊസസ്ഡ് ആവും. അപ്പോൾ ആ പൊസഷനായിട്ടുള്ള അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോയ്ഡ് ടണലിൻ്റെ അടിയിലോട്ട് പോകുന്ന അവിടെ മ്യൂസിക് ബോക്സ് ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം അവരെല്ലാം ആ പൊസഷനിൽ നിന്ന് റിലീസാവുന്നു. അതാണ് സീസൺ 2 അവസാനം. സീസൺ 3 അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫാത്തിമ ബർത്ത് കൊടുക്കുന്ന ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരിക്കുട്ടന്, നമ്മുടെ സ്മൈലിംഗ് മോൺസ്റ്റർ, പുള്ളിക്കാണ് ബർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സീസൺ 3 അവസാനിക്കുന്നത് കേട്ടോ. അങ്ങനെ സീസൺ 4 വരുമ്പോൾ ആ ലാസ്റ്റ് സംഭവിച്ച എപ്പിസോഡിൽ നിന്നുള്ള ക്വസ്റ്റ്യങ്ങൾ, എൽജിൻ എന്തുകൊണ്ട് അവിടേക്ക് അവളെ കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ചുള്ള ചോദ്യങ്ങൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ ഒരു സീസൺ 4 ബാക്കി ഇത്ര എല്ലാ ക്യാരക്ടേഴ്സും സാധാരണ നമ്മുടെ ബോയ്ഡ്, ജെയ്ഡ്, ജിമ്മ്, കവിത, വിക്ടർ അങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്ന കഥ ഈ തവണ വളരെ ഒരു വ്യത്യസ്തമായിട്ടാണ് പോയിരുന്നത്. എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാവും. സീസൺ 3 തൊട്ട് എല്ലാവർക്കും ഒരു കംപ്ലൈൻ്റാണ്, വളരെ വലിപ്പിച്ച് സ്ലോ ആയിട്ട് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നുള്ള ഒരു പരാതി ഉണ്ടാവും. പിന്നെ ഈ ഒരു സീസൺ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാൻ ഇൻ യെല്ലോ ആണ്. ആ യെല്ലോ ജാക്കറ്റുള്ള ഒരു വലിയപ്പനെ കാണിക്കുന്നില്ല പുള്ളിക്കാരൻ. അപ്പം എൻ്റെ ഒരു തിയറി പറയാം, അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻ ഇൻ യെല്ലോ ആണ് ആ പറയുന്നൊരു മോൺസ്റ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാത്തിമ പറയുന്നുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ മേഡ് എ ബാർഗെയിൻ വിത്ത് സംതിങ് ടു ഗെറ്റ് ദം ഇമ്മോർട്ടൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കുട്ടികളെ സാക്രിഫൈസ് ചെയ്തത് അവർക്ക് ഇമ്മോർട്ടാലിറ്റി കിട്ടാനാണ്. അപ്പോൾ എന്തോ ഒരു സാധനമായിട്ട്, എന്തോ ഒരു ബാഡ് തിങ്ങുമായിട്ടാണ് അവർ ഈ ബാർഗെയിൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ബാർഗെയിൻ ചെയ്ത ആൾ ഈ മാനിൻ്റെ എല്ലാം ആയിരിക്കും. ഇത് സ്പോയിലറൊന്നുമല്ല, ഇത് കഥയിലുള്ളതല്ല. പക്ഷേ 100% എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ മാനിൻ എല്ലോ ആണ് അവർ ആ ബാർഗെയിൻ ചെയ്ത ആൾ. കാരണം പുള്ളിക്കാരൻ എല്ലാ ആൾക്കാരായിട്ടും ബാർഗെയിൻ ചെയ്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി തന്നെയായിരിക്കും ഈ ബാർഗെയിൻ ചെയ്ത് അവർക്ക് ഇമ്മോർട്ടാലിറ്റി കൊടുത്ത ആൾ. പക്ഷേ ഇമ്മോർട്ടാലിറ്റി എന്നതിനപ്പുറം ഇതൊരു കേഴ്സാണ്. അപ്പോൾ ഈ സീസൺ 4 ഉടനീളം പുള്ളിയാണ് കളിക്കുന്നത്. പുള്ളി എന്തൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ സീസൺ 4 ഫിനാലയിൽ ഇനി അടുത്തൊരു സീസൺ വരുന്നുണ്ട്, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. സീസൺ 5 ഇനി വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഫിനാലെ. അതായത് ഈ സീരീസിൻ്റെ ഫിനാലെ സീസൺ 5 ആണെന്നാണ് പറയുന്നത്. അവിടെ കൊണ്ട് അവസാനിക്കട്ടെ, നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കും. സീസൺ 4 മാനിൻ യെല്ലോ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് ഇതിലൂടെ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ ഈ സീസൺ 4 നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാവർക്കും ഉള്ള പരാതിയാണല്ലോ ഈ ഭയങ്കര വലിപ്പിക്കലാണ്, എങ്ങോട്ടാണെന്നുള്ള പോക്ക് ഡയറക്ടർക്ക് പോലും അറിയില്ല എന്നുള്ളത്. പക്ഷെ അതിനെല്ലാം ഉള്ള ഉത്തരം ഈ സീസൺ 4 തന്നെയുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഓരോ ഡയലോഗും എല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഡയറക്ടർക്ക് അറിയാം. ഈ ഡയറക്ടർ ഈ സീരീസ് എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ഇതും പുള്ളിയുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഐഡിയയും കൂടി തന്നെയാണ് പുള്ളിക്കാരൻ ഇത് ചെയ്തേക്കുന്നത്, ചുമ്മാ നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ സീസൺ 4 കണ്ടുനോക്കുക, അപ്പോൾ മനസ്സിലാവും. പിന്നെ സീസൺ 4ൻ്റെ ഈ അവസാനത്തിൽ എപ്പിസോഡ് 10 ഈ ഫിനാലിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഈ ഒരു ഇതിനകത്ത് ഈ സ്റ്റോറിനകത്ത് സംഭവിക്കാത്തൊരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ട്. എപ്പിസോഡ് 9 ലാസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ബോൺ അന്വേഷിച്ച് ഇവർ പോവാണ്. അപ്പോൾ അതിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇതുവരെ യൂസ്ലെസ് ആയിട്ടിരുന്ന ക്യാരക്ടറിനെ കൊണ്ട് വളരെ ഉപകാരം ഉണ്ടായിരുന്ന ഒരു സീസണാണ്. അതായത് ഫാത്തിമ മറ്റേ സ്മൈലിംഗ് മോൺസ്റ്ററിന് ബർത്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് ഒരു സംഭവം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഈ മോൺസ്റ്റേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ അവരെവിടെയാണ് വരാൻ പോകുന്നത് ആ ഒരു സംഭവം അറിയാൻ പറ്റും. അതായത് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിനകത്ത് മറ്റവന് കിട്ടുന്ന സാധനമുണ്ടല്ലോ, ആ കാണാൻ പറ്റുന്നത് മോൺസ്റ്റേഴ്സ് എവിടെയാണ് എവിടേക്ക് പോകുന്നത്, ആ ഒരു സെയിം സംഭവം നമ്മുടെ ഇവിടെ ഫാത്തിമയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 4 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാൻ ഇൻ യെല്ലോയും ടബീതയായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ റീസെറ്റിംഗ്, ടൈം റീസെറ്റിംഗ്, അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് അവിടെ നിന്ന് നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതിന് ഞാൻ സ്പോയിലർ ആക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് ടോട്ടൽ കോൺവെർസേഷൻ പറയുന്നില്ല. അപ്പോൾ അതും പിന്നെ ഇതിനകത്ത് ഓരോ എപ്പിസോഡും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ സീസൺ 5 ആകുമ്പോഴേക്കും ഈ എല്ലാം റീസെറ്റായിട്ട് ഇതെല്ലാം സ്റ്റോറി ഒന്നേന്ന് തുടങ്ങും. അതായത് ഇത് ബ്രേക്ക് ചെയ്യലാണ് ഇവരുടെ പരിപാടി, ഇവിടുന്ന് രക്ഷപ്പെടാനുള്ളൂ. പക്ഷേ അതിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് സീസൺ ഫിനാലയിൽ എപ്പിസോഡ് 10 നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ പല സീരീസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ സീസൺ 5 ഇതെല്ലാം റീസെറ്റായിട്ട് ഒന്നേന്ന് തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ടാവും. ഒന്നേന്ന് തുടങ്ങി അവസാനിക്കും, പെർഫെക്റ്റ് വേലായിരിക്കും അവസാനിക്കാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫി എല്ലാ വീട്ടിലും ചെന്നിട്ട് അവരുടെ ടാലിസ്മാൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതായത് ഒരു സ്പോയിലർ അല്ല, അത് എപ്പിസോഡിലുടനീളം നോർമലായിട്ട് കാണിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് എല്ലാം കണക്ക് കൂടി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം റീസെറ്റായിട്ട് അതിനകത്ത് കുറേ സംഭവങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ജൂലിയൊക്കെ ടൈം ട്രാവൽ ചെയ്ത് ജിമ്മിനെ സേവ് ചെയ്യാൻ നോക്കുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം റീസെറ്റായി സീസൺ 5 ഒന്നേന്ന് തുടങ്ങി സ്റ്റോറി കംപ്ലീറ്റ് ആക്കി പെർഫെക്റ്റ് ആക്കി അവസാനിപ്പിക്കുന്നത്. അതായിരിക്കും ഇനി സീസൺ 5 സംഭവിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത ഇതിൻ്റെ ഒരു ടോട്ടൽ എക്സ്പ്ലനേഷൻ തിയറി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒറിജിൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടെ റൺ ടൈം കൊടുത്തിട്ട് കുറച്ചുകൂടെയും എന്താണ് പുള്ളിക്കാരുടെ സ്റ്റോറി, ബാക്ക് സ്റ്റോറിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മളൊന്ന് ഇമോഷണലി കണക്ട് ചെയ്തിട്ട് ഈ സ്റ്റോറി മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് മൊത്തത്തിൽ സിനിമ കുറച്ച് വളരെ പോരായ്മയുള്ള സിനിമയാണെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് കണക്ഷനിലും കിട്ടിയത്. കാരണം ഇനി വരാൻ പോകുന്ന സിനിമകളെങ്കിലും കുറച്ച് നമുക്ക് ഈ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഇമോഷണലി കണക്റ്റഡ് ആകാൻ സാധിച്ചില്ല. പക്ഷേ ഇതൊന്നുമില്ല.